മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ആർളം ഫാം പുനരധിവാസ മേഖലയിലെ പെൺശബ്ദത്തെയാണ്. ആലക്കോട് നെല്ലിപ്പാറയിൽ നിന്നും 8 വർഷം മുൻപാണ് ശ്യാമ ബബീഷ് ആർളം ഫാം പുനരധിവാസ മേഖലയിലെത്തുന്നത്. 7-ാം ബ്ലോക്കിലാണ് താമസം. അന്നു മുതൽ ഇന്ന് വരെ കാട്ടാന ഭീതിയിലാണ് ജീവിതം കഴിച്ചുകൂട്ടുന്നത്. രാത്രി കിടന്നാൽ രാവിലെ ജീവനോടെ ഉണ്ടാകുമോ എന്ന പേടിയിലാണ് ഉറങ്ങുക. ഫാമിലേക്ക് വന്നിട്ട് 8 വർഷത്തോളമായി. അന്ന് മുതൽ ഇന്ന് വരെ കാട്ടാന ഭീതിയിൽ തന്നെയാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നതൊക്കെ. നമ്മൾ രാവിലെ വൈകുന്നേരം കിടന്നാൽ രാവിലെ ജീവനോടെ വരുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. അതിന് എന്താ പറയണ്ടേ, നമ്മുടെ ആദിവാസികളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കാട്ടാന വന്യമൃഗശല്യം. ഭയങ്കര രൂക്ഷമായിട്ട് നമുക്ക് പറമ്പിലൊന്നും വെക്കാൻ പറ്റാത്ത സാഹചര്യം, കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് നട്ടാലും കിട്ടാത്തൊരു സാഹചര്യമായി. നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. എന്തു വിളകൾ നട്ടാലും അവ കാട്ടാന നശിപ്പിക്കുന്നു, ആളുകളെ കാട്ടാന കൊല്ലുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. രാത്രിയിൽ ആനയാണ് നമ്മുടെ ഭാഗത്തൊക്കെ ഇപ്പോഴും. ഇന്നലെയും ആനയുണ്ടായിരുന്നു. എല്ലാവരും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ 6 മണി 6:30 7 മണി ആയിക്കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങാറില്ല. ആനയെ കൊണ്ട് തന്നെ. കാരണം ഇവർ ഇപ്പം മൊത്തത്തിൽ ആന ഇളകിയിട്ടാണ് ഉള്ളത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉൾക്കാടുകളിൽ നിന്ന് ആനയൊന്നും നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവരിവിടെ നിന്നൊക്കെ ഓടിച്ചു കൊണ്ടുപോയിട്ട് കോട്ടപ്പാറ കൊണ്ടിറക്കി വിട്ടു. അവിടുന്ന് അവർ ഓടിച്ചെന്ന് വൈകുന്നേരം തന്നെ നമ്മളെടുത്ത് 5 ആനയോളം നിരന്ന് തോട്ടിൽ നിൽക്കുക ചെയ്തത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറഞ്ഞാലും ഇവിടെയുള്ള വിഷയം മുകളിലോട്ട് എത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് വനം മന്ത്രി എത്തിയപ്പോൾ താൻ ഇവിടെയുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞത്. നമ്മുടെ വിഷമങ്ങൾ നമുക്ക് മേളിലോട്ട് അറിയിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരൊരിക്കലും അത് മന്ത്രിയുടെ അടുത്തോ അല്ലെങ്കിൽ ഉന്നതതലങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ടാണ് മന്ത്രി വന്നപ്പോൾ നമ്മൾ നമ്മുടേതായ വിഷമങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എനിക്ക് അവിടെ പറയാൻ സാധിച്ചത്. ഈ സമയം 100 കണക്കിന് ആളുകളും കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പതറൽ പോലുമില്ലാതെ ഇവരുടെ വിഷയങ്ങൾ മന്ത്രിയോട് തുറന്നു പറയുകയായിരുന്നു. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. സാർ ഇപ്പൊ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. സാർ ഇപ്പൊ ഈ മേഖലകളിലെല്ലാം ഫെൻസിങ് ഇടാന്ന് പറഞ്ഞു. ആ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആനമതിലിന്റെ പണി ഇനി എഴഞ്ഞു നീങ്ങൂലേ? ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ, ആദിവാസികളുടെ ഇടപെട്ട ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അവർക്ക് ആനമതിലെ നീ കോൺട്രാക്ട്? ശ്യാമയുടെ ശബ്ദം മലയാളികൾ കേട്ടപ്പോൾ പല കോണുകളിൽ നിന്നും അഭിനന്ദനങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു സമ്മർദ്ദവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ശ്യാമ പറഞ്ഞു. വിളിക്കലുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് സമ്മർദ്ദങ്ങളൊന്നുമില്ല. എല്ലാം നല്ല, നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് താനെന്നും പാർട്ടിയിൽ നിന്നുപോലും ഒരു വിഷമവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ശ്യാമ പറഞ്ഞു. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പാർട്ടിന്നായാലും നമുക്ക് യാതൊരുവിധ വിഷമങ്ങളോ അല്ലെങ്കിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടോ നമ്മളെ ഒന്നും സമ്മർദ്ദങ്ങളൊന്നുമില്ല. നമ്മുടെ ആവശ്യം മന്ത്രിയോട് പറഞ്ഞു. ആർളം ഫാമിന് പുറത്തുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. 100 കണക്കിന് ആനയുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊന്നും കാണുന്നില്ലെന്നും ശ്യാമ കുറ്റപ്പെടുത്തി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, നമ്മുടെ കളക്ടർ ഇവിടെ കരിക്കോട്ടക്കരിയിലൊക്കെ ആന ഇറങ്ങിയപ്പോൾ കളക്ടർ എത്ര വേഗം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ജനവാസ മേഖലയിൽ ആന ഇറങ്ങി എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മളും ജനങ്ങൾ തന്നെയല്ലേ, നമ്മളും മനുഷ്യർ തന്നെയല്ലേ. അപ്പോൾ ആർളം ഫാമിൽ ആന ഇറങ്ങുമ്പോൾ ആന ഇറങ്ങുമോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്യുമ്പോൾ ഭരണാധികാരികൾക്ക് യാതൊരുവിധ വിഷമങ്ങളുമില്ല. ഭരണാധികാരികൾക്ക് യാതൊരുവിധ കൂസലുമില്ല. നേരെ മറിച്ച് ഒരു പുറം നാട്ടിലേക്ക് ഒരാന ഓടിച്ചെന്നപ്പോൾ തന്നെ അവരതിനു വേണ്ട തീരുമാനങ്ങൾ വേഗം എടുത്തു. നമ്മൾ ആദിവാസികളായതുകൊണ്ടായിരിക്കില്ലേ അവരങ്ങനത്തെ നമ്മളോടുള്ള മനോഭാവത്തിന് വേറൊരു ചിന്താഗതിയും പുറത്തുള്ളവരുടെ മനോഭാവത്തിന് വേറൊരു ചിന്താഗതി അവർ കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ കാട്ടാന കൊലപ്പെടുത്തിയാലും ഭരണകൂടത്തിന് ഒരു വിഷയവുമില്ല. പുറംനാട്ടിൽ ഒരു ആന ഓടിച്ചെന്നാൽ മാത്രം മതി. അതീവ സുരക്ഷയോടെയാണ് സർക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദിവാസികളുടെ കാര്യത്തിൽ വേറെ രീതിയിലുള്ള ചിന്താഗതിയാണ് ഉണ്ടാകുന്നത് എന്നും ശ്യാമ പറയുന്നു. നമ്മൾ ഒരിക്കലും ഫാമിന്റെ ഉള്ളിൽ പുറത്ത് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ 144 പ്രഖ്യാപിക്കേണ്ട. പക്ഷേ യാതൊരുവിധ കോസ്റ്റിലും ഒരു ഭരണാധികാരികൾക്കും ഫാമിന്റെ TRDM-ന്റെ ആയാലും അതെ, ഫാം അഡ്മിനിസ്ട്രേഷന്റെ ആയാലും അതെ, ഫാമിന്റെ ചെയർമാനാണ് കളക്ടർ ആയാലും ശരി, നമ്മുടെ ജീവന് യാതൊരുവിധ വിലയും ഇല്ലാത്ത പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഭരണകർത്താക്കളുടെ സമീപനം.
ആദിവാസി സമൂഹം എന്ന നിലയിലാണ് മന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ആര് പറയണമെന്നൊരു തീരുമാനം പോലും അന്ന് ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ അടക്കിവെച്ച കാര്യങ്ങൾ മന്ത്രിയോട് പറയുകയായിരുന്നു. ആനമതിൽ ഉടൻ പൂർത്തിയാക്കിയാൽ 80% കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നും ശ്യാമ പറഞ്ഞു. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമതിൽ തന്നെയാണ്. ആനമതിലിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തന്നുകൊണ്ട് മാത്രമേ നമുക്ക് അതിന്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ 100% നമുക്ക് വിജയിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമുക്കൊരു 80% നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മളോട് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മാർച്ച് 28 28-നുള്ളിൽ ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞു. അപ്പം അതിനുശേഷം അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. ആർളം ഫാം പുനരധിവാസ മേഖലയിലെ ശ്യാമ ബബീഷ് ഇനി ഇവിടെയുള്ളവരുടെ ശബ്ദമായി തീരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കീഴ്പള്ളിയിൽ നിന്നും ഉന്മേഷ്.